രമേശ് ചെന്നിത്തലയെ ഒതുക്കാനായിട്ട് ഇനി എങ്ങനെ സാധിക്കും? അദ്ദേഹത്തിന് ആഭ്യന്തരം വേണമെന്നാണല്ലോ പറയുന്നത്. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? അല്ല, അദ്ദേഹത്തിന് ആഭ്യന്തരം കൊടുക്കും, അല്ലാതെ വേറെ പരിഹാരമൊന്നുമില്ല. ഒന്ന് പക്ഷെ അദ്ദേഹത്തിന് ആഭ്യന്തരം കൊടുക്കണം എന്നുള്ളത് മാത്രമല്ല ഇപ്പം ഡീൽ. ഉം. അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന നിരവധി MLA-മാരുണ്ട്. ആ MLA-മാരെ കൂടി പരിഗണിക്കണം എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഡീൽ. അതൊരു കീറാമുട്ടിയല്ലേ? അതൊരു വലിയ കീറാമുട്ടിയാണ്. കാരണം എന്ന് വെച്ചാൽ അതിലൊന്ന് അൻവർ സാദത്താണ്. അദ്ദേഹം ഇപ്പം 4 തവണ MLA ആയിട്ട് ജയിക്കുന്ന ഒരാളാണ്, ആലുവക്കാരനാണ്. രണ്ടാമത്തത് IC ബാലകൃഷ്ണനാണ്. അദ്ദേഹം വലിയ വിവാദ പുരുഷനാണ്. കാരണം അവിടെ NM വിജയൻ എന്ന് പറയുന്ന ഒരു DCC ട്രഷറൊക്കെ തന്നെ ആത്മഹത്യ ചെയ്ത് ഇദ്ദേഹത്തിൻ്റെയൊക്കെ ചില തരികിടകൾ കൊണ്ടിട്ടാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും മന്ത്രിസ്ഥാനം കിട്ടിയേ തീരൂ എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ IC ബാലകൃഷ്ണനാണെങ്കിൽ ഒരു സമുദായ പരിഗണന കൂടി വെച്ച് അത് കൊടുക്കാവുന്ന കാര്യമാണ്. ഈ അൻവർ സാദത്തിൻ്റെ കേസിലാണെങ്കിൽ മുസ്ലിം ലീഗ് സമുദായത്തിൽ നിന്നുള്ള റെപ്രസെൻറ്റേഷൻ നോക്കുമ്പോൾ മുസ്ലിം ലീഗിൽ നിന്ന് തന്നെ നിരവധി മന്ത്രിമാരുണ്ടാവും. അപ്പോൾ അതുകൂടാതെ ഇനി അത് അൻവർ സാദത്തിന് കൊടുക്കാൻ കഴിയുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നെ ജ്യോതികുമാർ ചാമക്കാലെ പോലെയുള്ള ആളുകളുണ്ട്. അതുപോലെ ജോസഫ് വാഴക്കനെ പോലെയുള്ള ആളുകൾ. അദ്ദേഹം മത്സരിച്ച് ജയിച്ചിട്ടില്ല, പക്ഷെ ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള സ്ഥാനങ്ങളുണ്ട്. അപ്പം അത്തരത്തിൽ ഉള്ള വലിയ ഒരു നിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സാദത്തിന് ആലുവയിൽ വളരെ അതായത് ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു MLA കൂടിയാണല്ലോ. അതെ അതെ. അൻവർ സാദത്തിന് ജനങ്ങൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ അദ്ദേഹം നേരത്തെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് തന്നെ വലിയ വിജയം കരസ്ഥമാക്കിയിട്ടുള്ള ഒരാളാണ്. അപ്പം അദ്ദേഹം ജനങ്ങളോട് അത്യാവശ്യം വളരെ കൃത്യമായി ഇടപഴകാനും അവരോട് എങ്ങനെ വോട്ട് മേടിക്കണമെന്നൊക്കെ അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ ആ അഭ്യാസമൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ടിട്ട് അദ്ദേഹം അവിടെ നിന്ന് ജയിക്കും. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവരെയൊക്കെ മന്ത്രിയാക്കുക എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ മന്ത്രിയാക്കിയാൽ പിന്നെ ബാക്കി ആർക്കും ഒന്നും ഉണ്ടാവില്ല. ഇതൊന്നും മുതിർന്ന ആളുകളല്ലെന്ന് മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് മന്ത്രിയാകുമെന്ന് വിചാരിക്കുന്ന ആളുകളല്ല ഈ പറയുന്ന അൻവർ സാദത്തൊന്നും, അല്ലെങ്കിൽ ഇപ്പം IC ബാലകൃഷ്ണനൊന്നും. അപ്പം അത്തരത്തിൽ ഒരു പട്ടികവകുപ്പ് മന്ത്രി എന്നൊക്കെ പറയാൻ സാധ്യതയുള്ളത് അത് AP അനിൽകുമാറിനാണ്. AP അനിൽകുമാർ ഉറച്ച KC പക്ഷക്കാരനാണ്. അപ്പം അദ്ദേഹത്തിന് അത് കിട്ടുമെന്ന് ഉറപ്പിച്ചേക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ആ കാര്യത്തിലാണ് ഇപ്പം ശ്രീനിജനോ അല്ലെങ്കിൽ IC ബാലകൃഷ്ണനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള നിരവധി ആളുകളൊക്കെ പല മന്ത്രിസ്ഥാനത്തിലേക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ വലിയ പ്രശ്നം ഉണ്ടാകും. പിന്നെ വയനാടിനൊരു പ്രാതിനിധ്യം കൊടുക്കണം എന്ന് തീരുമാനിച്ചാൽ ഇവർക്കൊരു സാധ്യതയുണ്ട്, ഇല്ലെന്നൊന്നുമില്ല. അപ്പോൾ ഇത് കൂടാതെ ഇതൊന്നും അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് മാത്രമായിട്ടൊരു ആഭ്യന്തര മന്ത്രി സ്ഥാനം കൊടുക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രമേശ് ചെന്നിത്തലയുടെ ഇപ്പം മുമ്പിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ ആഭ്യന്തരമന്ത്രി ആകണോ അതോ കേന്ദ്രത്തിൽ ക്യാബിനറ്റ് മിനിസ്റ്റർ ആകണോ എന്നുള്ള. അത് സാധ്യതയുണ്ട്, പറയപ്പെടുന്ന ഒരു കാര്യമാണ്. അല്ല, പറയപ്പെടുന്ന ഒരു കാര്യമല്ല, അതൊക്കെ വലിയ സാധ്യതയുള്ള ഒരു കാര്യമാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഇനിയും ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറായിക്കൊണ്ട് ഇവിടെ നിന്നിട്ട് ഇനി അടുത്ത 10 കൊല്ലം കഴിഞ്ഞ്, എന്തായാലും 5 കൊല്ലം കഴിഞ്ഞ് മിക്കവാറും ഭരണം കിട്ടാൻ സാധ്യതയില്ലെന്ന് ഏത് സാമാന്യ ബോധമുള്ള ആളുകൾക്കും അറിയാം. കാരണം ഇവരുടെ ഭരണം അത്ര ഗംഭീരമായതുകൊണ്ട് ജനങ്ങൾ മിക്കവാറും വീട്ടിലിരുത്താനാണ് സാധ്യത. അപ്പോൾ അതിപ്പോൾ ഈ 10 ദിവസം കഴിഞ്ഞ് പോലും തെരഞ്ഞെടുപ്പ് എടുത്തേക്ക് ഇപ്പോൾ ഒരു 35 സീറ്റ് നഷ്ടപ്പെടുമായിരുന്നു പറഞ്ഞത്. അപ്പോൾ അത് നമുക്കറിയില്ല. എന്താണെങ്കിലും അങ്ങനെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ ഇദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രി സ്ഥാനം തന്നെ കൊടുക്കണമെന്നും ഹൈക്കമാൻഡ് അനുനയിപ്പിക്കണം എന്നും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം VD സതീശൻ തന്നെ നേരിട്ട് ചെന്ന് ഇദ്ദേഹത്തെ കണ്ടത്. കൂടാതെ VD സതീശൻ കാണുന്നതിന് മുമ്പ് തന്നെ അത് രാവിലെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ഇതൊക്കെ ആദ്യം പലഘട്ട ചർച്ചകൾ നടന്നിട്ടാണ് ഇത് കാണുന്നതൊക്കെ. രാവിലെ ജോസഫ് വാഴക്കനും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തകരും കൂടിയിട്ട് എന്ത് ചെയ്തിരുന്നു, VD സതീശനെ സന്ദർശിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ കൃത്യമായി ചെന്നിത്തല ഗ്രൂപ്പിന്റെ കാര്യം കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ചെന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഉച്ചയാകുമ്പോഴത്തേക്കും VD സതീശൻ ചെന്ന് ആരെ കാണുന്നത്, ഈ പറയുന്ന രമേശ് ചെന്നിത്തലയെ കാണുന്നത്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ സാധ്യമാകുന്ന ഒരു കാര്യമാണ്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചെടുത്ത് അപ്പോൾ അദ്ദേഹത്തെ ആക്കിയില്ലെങ്കിൽ കോൺഗ്രസിനകത്ത് വലുതായിട്ടൊന്നും സംഭവിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കൂടുതൽ MLA-മാരും അതുപോലെ നേതാക്കന്മാരുടെ നമ്പറൊക്കെ വളരെ കുറവാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട് ഇപ്പം. ആ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ KC-യും അതുപോലെ തന്നെ RC-യും രമേശ് ചെന്നിത്തലയും ഒക്കെ കൂടി ഏതാണ്ട് ഒന്നിക്കുകയും VD സതീശൻ ഒറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പതുക്കെ നീങ്ങുകയാണോ എന്ന് പറയുന്ന ഒരു സംശയം ഉണ്ട്. അപ്പം അങ്ങനെ ഒരു സംശയം ഉള്ളപ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. കാരണം ഇപ്പം KC അനുകൂലമാണെന്നാണ് പറഞ്ഞത് ആഭ്യന്തര വകുപ്പ് ആർക്ക് കൊടുക്കാൻ, രമേശ് ചെന്നിത്തലക്ക് കൊടുക്കാൻ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി രമേശ് ചെന്നിത്തലക്ക് കിട്ടണമെന്നുള്ള വലിയ ആഗ്രഹം കൊണ്ടായിരിക്കില്ല അത്. പകരം VD സതീശൻ്റെ കയ്യിൽ നിന്ന് അത് എന്ത് ചെയ്തോട്ടെ, പൊക്കോട്ടെ എന്ന് വെച്ചുകൊണ്ടായിരിക്കും. ഇപ്പോൾ KC-യുടെ കൂടെയുള്ള ആളുകൾ ആർക്കെങ്കിലും അത്തരത്തിലൊരു ആഭ്യന്തര വകുപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞ് ചോദിക്കാൻ പറ്റുന്ന ഒരാളില്ല. KC മന്ത്രിസഭയിൽ ചേരുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ഇഷ്യൂ ആണ്. ഇപ്പോൾ KC ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആഭ്യന്തരം കൊടുക്കേണ്ടി വരും എന്നുള്ളത് ശരിയാണ്. പക്ഷേ KC അങ്ങനെ ഒരിക്കലും മുഖ്യമന്ത്രി VD സതീശനാകുമ്പോൾ KC-ക്ക് ഇതിലേക്കൊന്നും ചേരാൻ പറ്റില്ല. അപ്പോൾ വേറെ ആരെങ്കിലും വെച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പ് ചോദിക്കാൻ പറ്റില്ല. അതിന് ഏറ്റവും ബെറ്റർ ആരെ പ്രൊജക്ട് ചെയ്യലാണ്
രമേശ് ചെന്നിത്തല പ്രൊജക്ട് ചെയ്യലാണ്. കാരണം ചെന്നിത്തല പ്രൊജക്ട് ചെയ്യുമ്പോഴത്തേക്കും അത് ഉറപ്പായിട്ടും എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. പിന്നെ നിങ്ങൾ അറിയേണ്ടത് ഇതിൻ്റെ പുറകിലൊക്കെ ഒരുപാട് സാമുദായികമായിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ട് ഈ ജനങ്ങൾ കാണുന്നതിനും അപ്പുറത്താണ്. ഇപ്പോൾ മുസ്ലിം ലീഗിന് വലിയ പ്രാമുഖ്യമുള്ളൊരു ഭരണം വരുന്നു, അവരുടെ നോമിനി ആയി കൂടി സതീശൻ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്ന് എന്ത് ചെയ്യാൻ, ഒന്ന് തണുപ്പിക്കാനായിട്ട് ഒരു പണ്ട് NSSന്റെ സുകുമാരൻ നായരൊക്കെ പറഞ്ഞ ഒരു താക്കോൽ സ്ഥാനം ആർക്കെങ്കിലും പ്രബലമായിട്ടുള്ള ഹിന്ദു സമുദായത്തിൽ ആർക്കെങ്കിലും കൊടുക്കണം എന്ന് പറയുന്ന ഒരു തോന്നൽ. അങ്ങനെ കൊടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. ഏതെങ്കിലും ജൂനിയർ ആയിട്ടുള്ള ആളുകൾക്ക് വെറുതെ കൊടുത്ത് അവർക്ക് തൃപ്തി തോന്നില്ല, അവരുടെ റെപ്രസെന്റേറ്റീവ് ആണെന്ന് തോന്നുന്ന ആൾക്ക് തന്നെ കൊടുക്കണം. അങ്ങനെ ഈ MLA-മാരെ അതായത് തിരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ നിർത്തുന്നത് പോലും ഈ സമുദായപരമായിട്ടുള്ള കാര്യങ്ങളുടെ പുറത്താണല്ലോ. എല്ലാം ജാതിയുണ്ട്, ജാതിയിൽ ഉപജാതി നോക്കി അങ്ങനെയാണ് ഇപ്പൊ സീറ്റൊക്കെ കൊടുക്കുന്നത്. ഇതെല്ലാ പാർട്ടികളും ജാതിയും ഉപജാതിയും ഒക്കെ നോക്കി. കാരണം അവിടെ ഒരു 1000, 500, 2000 വോട്ടുകളോ ഇവർക്കൊന്നും വലിയ ശക്തികളുകൊണ്ടല്ല. അത് ഇപ്പൊ ഒരു 5000 വോട്ട് 1000 വോട്ടിന് ജയിക്കുന്ന സ്ഥലത്ത് ആ 10000 വോട്ട് 2 ലക്ഷത്തിൽ 1,90,000 ആളുകളും ജാതി നോക്കാതെ വോട്ട് ചെയ്യുന്നവർ തന്നെയാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു 10,000 20,000 വോട്ട് ഇത്തരത്തിലുണ്ടെങ്കിൽ അത് പോകണ്ടെന്ന് വെച്ചിട്ടാണ് എല്ലാവരും ഇങ്ങനെ നിർത്തുന്നത്. അങ്ങനെ അല്ലാതെയൊക്കെ നിർത്തുന്നുണ്ട് കേട്ടോ. ഉദാഹരണത്തിന് അമ്പലപ്പുഴയിൽ എച്ച് നിർത്തുമ്പോൾ അങ്ങനെ നോക്കിയിട്ടില്ല. അവിടെ മുസ്ലിംസ് കുറവായിട്ടുള്ളൊരു മണ്ഡലമാണ്. പക്ഷെ ഞാൻ പറയുന്നത് അവിടെ മുസ്ലിം വോട്ടുകൾ വളരെ നിർണായകമാണ്, അതുകൊണ്ടാണ് നിർത്തുന്നത്. അപ്പോൾ ഇത്തരം പല കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടാണ് കേരളത്തിലെ മന്ത്രിസഭയിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ആരൊക്കെ എത്ര ജാതിയിൽ നിന്ന് എത്ര പേര് വന്നു, എത്ര മതത്തിൽ നിന്ന് എത്ര പേര് വന്നു എന്നുള്ള കണക്കൊക്കെ എടുക്കും. അതേസമയം CPM ഭരിക്കുമ്പോൾ അങ്ങനെ പ്രശ്നമില്ല. കാരണം CPM അവർ ഏതെങ്കിലും മതത്തിൻ്റെ ആളുകളായിട്ട് പലപ്പോഴും പെട്ടെന്ന് പ്രൊജക്റ്റ് ചെയ്യപ്പെടില്ല. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് നേരെ തിരിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലക്ക് ഇത്തവണ ആഭ്യന്തരമന്ത്രി സ്ഥാനം കൊടുക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. പക്ഷെ അങ്ങനെ കൊടുത്താൽ സംഭവിക്കുന്നത് എന്താണ്, കൊടുത്താൽ കേരളം കണ്ട ദുർബലനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായി കൂടി VD സതീശൻ മാറും. കാരണം ആഭ്യന്തര വകുപ്പ് കയ്യിലില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആകെ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു വകുപ്പ് ധനവകുപ്പ് മാത്രമാണ്. ശരിക്കും ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് വലിയൊരു വകുപ്പാണ്. ആ വകുപ്പിനെ സംബന്ധിച്ച് ബാക്കിയുള്ള മന്ത്രിമാർക്ക് പോകുന്ന എസ്കോർട്ടും അതുപോലെ തന്നെ പൈലറ്റ് വാഹനങ്ങളോടൊക്കെ എല്ലാവരും റിപ്പോർട്ട് ചെയ്യുകയും ഇവരെവിടെ പോകുന്നു കൃത്യമായി ഡീറ്റെയിൽസ് കിട്ടുകയൊക്കെ ചെയ്യുന്ന വലിയ സാധ്യതകളുണ്ട്. കൂടാതെ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്, ഇന്റലിജൻസ് അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അത്തരം സംവിധാനങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ എന്ത് ചെയ്യും, സംസ്ഥാനത്തിന്റെ സുരക്ഷ മുഴുവനും സംസ്ഥാനത്തിന്റെ സുരക്ഷയും യഥാർത്ഥത്തിൽ എവിടെ ഇലയനങ്ങിയാൽ പോലും അറിയാൻ കഴിയുന്ന വലിയ നെറ്റ്വർക്കും കേന്ദ്ര ഗവൺമെന്റ് ഇത് വരുന്ന രഹസ്യ റിപ്പോർട്ടൊക്കെ മുഖ്യമന്ത്രി കൂടി കിട്ടുമായിരിക്കും. പക്ഷെ എങ്കിൽ പോലും ഇത്തരത്തിലുള്ള വലിയ സാധ്യതകളുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന്. ജോപ്പനെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഓർക്കുന്നുണ്ട്, അതായത് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുമ്പോൾ. സത്യത്തിൽ നിങ്ങൾ അറിയേണ്ടത്, ജോപ്പനെ അറസ്റ്റ് ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുകയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണെന്ന് മന്ത്രിയായിട്ട് ഇരിക്കുന്നത്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഈ പറയുന്ന ഉമ്മൻചാണ്ടിയുടെ കൂടെ നിൽക്കുന്ന ഗ്രൂപ്പിന്റെ തന്നെ വലിയ ആളായിട്ടുള്ള ഉമ്മൻചാണ്ടി ഭക്തനായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ത് ചെയ്യുന്നു, കൊടുത്തിട്ട് പുള്ളി കാണിച്ചതാണിത്. അപ്പൊ ഞാൻ നിയമിച്ച ഒരാളാണ് താങ്കൾ പ്രജിത എന്നുണ്ടെങ്കിൽ പ്രജിത നിൽക്കുമ്പോൾ എനിക്ക് ചെറിയൊരു വിശ്വാസമെങ്കിലും ഉണ്ട്. ഇത് നേരെ എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാൾ വന്ന് എന്ത് ചെയ്യാണ്, മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി എന്നോട് കസേരയ്ക്ക് വേണ്ടി എൻ്റെ കസേരയ്ക്ക് വേണ്ടി 2 കാലം ഈ പറഞ്ഞ പോലെ എങ്ങനെ പൊളിച്ചു മാറ്റാമെന്ന് വിചാരിച്ച ഒരാൾ തന്നെ വന്ന് ആഭ്യന്തരമന്ത്രി സ്ഥാനം എടുക്കുകയാണെങ്കിൽ പിന്നെ എത്രത്തോളം ദുർബലനാവും എന്നുള്ളത് മനസ്സിലാക്കണം. മനസ്സിലായി? അപ്പം അതുകൊണ്ട് തന്നെ ഇത് സ്വാഭാവികമായിട്ടും വലിയൊരു തീരുമാനമാണ്. എൻ്റെ അഭിപ്രായത്തിൽ VD സതീശൻ മുഖ്യമന്ത്രിയായെന്ന് തോന്നിയിട്ട് പോലും കാര്യമില്ല, അദ്ദേഹം ആഭ്യന്തര വകുപ്പ് വിട്ടുകൊടുക്കുകയാണ്. ഇനി അദ്ദേഹം പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ അറിയുന്ന ഒരു കാര്യം, ധനവകുപ്പ് കയ്യിൽ വെക്കുമെന്നാണ്. ഓക്കെ, ധനവകുപ്പ് കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കാശായി കൊടുക്കാതിരിക്കാം. പക്ഷെ എങ്കിൽ പോലും ആഭ്യന്തരമന്ത്രിയുടെ അത്രയും എന്തല്ല പവർഫുൾ ആകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ 2 മുഖ്യമന്ത്രിമാർ ഓൾറെഡി വരും എന്ന് പറയുന്നൊരവസ്ഥയാണ്. ഇനി KCയുടെ മന്ത്രിമാർക്കായിരിക്കും മിക്കവാറും വലിയ പോർട്ട്ഫോളിയോകൾ കൂടി കിട്ടണം. അപ്പോൾ ഏതാണ്ട് നമ്മളിപ്പോൾ വിചാരിക്കുന്ന പോലെ 3 മുഖ്യമന്ത്രിമാർ തന്നെ കേരളത്തിൽ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ തമ്മിൽ യോജിച്ചിട്ടൊരു നല്ല ഭരണം കാഴ്ചവെക്കുക എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഈ മുറിവുകളൊന്നും പെട്ടെന്ന് ഉണങ്ങുമൊന്നുമില്ല. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഈ മുഖ്യമന്ത്രി റേസ് എന്ന് പറയുന്ന റേസ് സാധാരണ നമ്മൾ പല റേസുകളും കേട്ടിട്ടുണ്ട്, മനസ്സിലായി? മറ്റേ നെഹ്റു ട്രോഫി വള്ളംകളിയൊക്കെ കേട്ടിട്ടുണ്ട്, പല റേസുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ റേസിനേക്കാളൊക്കെ കേരളത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്ന Formula 1 റേസൊക്കെ പോലെ കേൾക്കുന്ന ഒരു റേസായി CM റേസ് എന്ന് പറഞ്ഞു. ഈ CM റേസിൽ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ചില ഞാൻ ആരുടെ പേര് പറയുന്നില്ല, ചില ആളുകൾ മറ്റേ ആളുകളെ മുസ്ലിം വിരുദ്ധനും വർഗീയ വിരുദ്ധനും ഒക്കെ ആക്കി മാറ്റി. തുറന്നു പറഞ്ഞപ്പോൾ VD സതീശൻ്റെ ക്യാമ്പ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള വലിയ വിമർശനമാണ് ആർക്കെതിരെ നടത്തിയത്, KC വേണുഗോപാലിനെതിരെ നടത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം ഹിന്ദു വർഗീയവാദിയാണ്, BJPയുടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ്, കൂടാതെ അദ്ദേഹം മുസ്ലിം വിരോധിയാണ് എന്നുള്ളതൊക്കെ അടക്കമുള്ള
വലിയ വിമർശനങ്ങൾ. ആരാണ്? കോൺഗ്രസിനകത്ത് നിന്നുള്ള ആളുകളുടെ അടുത്താണെന്ന് മാത്രമല്ല, നമ്മൾ കണ്ടു എറണാകുളത്ത് നിന്നുള്ള സൈബർ ടീമിന്റെ ലാസ്റ്റ് വാട്സപ്പ് ചാറ്റ് വരെ പുറത്തേക്ക് വന്നേക്കുന്നത്. ഇനി ഇതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ കെ.സി. വേണുഗോപാലിന്റെ നിന്ന്? കെ.സി. വേണുഗോപാലിന്റെ ഇതിനേക്കാൾ വലിയ വാട്സപ്പ് ചാറ്റുകളും ഇതിനേക്കാൾ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അതിൽ പുള്ളിനെയും പുള്ളിയുടെ വീട്ടുകാരോടൊക്കെ എല്ലാവരെയും പച്ചത്തറി പറയുന്ന കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അപ്പം ഒരു പരിധി വിട്ട് ഈ റേസ് അങ്ങോട്ട് പോയി. അതുകൊണ്ട് പിന്നെ ഇനി ഒക്കെ ചിരിച്ചു കാണിക്കും, ഫോട്ടോ എടുക്കും എന്നൊക്കെയുള്ള കാര്യത്തിലൊന്നും നമുക്ക് എന്തില്ല, സംശയം ഇല്ല. കാണുമ്പോൾ കെട്ടിപ്പിടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ നമ്മൾ അപ്പുറത്ത് ബാക്ക് സൈഡിൽ ക്യാമറയിലേക്ക് ചിലപ്പോൾ കടിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്രതീക്ഷിക്കണം. അല്ലാതെ ഇത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് പിന്നെ എപ്പോഴും ഒരു ഗുണമുണ്ട്, കോൺഗ്രസ് വളരെ സൗമ്യമായിട്ടും മര്യാദക്കൊക്കെ എന്ത് ചെയ്യും, സംസാരിക്കും. കെ സുധാകരൻ ഒഴികെ ബാക്കിയുള്ള എല്ലാവരും വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യും. ഇപ്പൊ വി ഡി സതീശൻ തന്നെ പറഞ്ഞൊരു വാചകം ഓർക്കണ്ട. കെ സുധാകരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, വി ഡി സതീശൻ പിറ്റേ ദിവസം വന്ന് ന്യായീകരണം നടത്തുന്നത് ശരിക്കും ആ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിന്റെ അല്ലാതാണ്. പിന്നെ അടുത്ത വാചകം പറഞ്ഞു, അങ്ങനെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് പുള്ളിക്കില്ല, പുള്ളിക്ക് ഫേസ്ബുക്ക് എന്താണെന്ന് പോലും അറിയില്ലെന്ന് പറഞ്ഞോളൂ. ഞാൻ ഒരു പണി കൂടി കിടന്ന് ആർക്ക്? കെ സുധാകരൻ പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് പറഞ്ഞു ആ ഫേസ്ബുക്ക് പോസ്റ്റ് എൻ്റെയാണ്, ഞാൻ തന്നെ ഇട്ട പോസ്റ്റാണെന്നാണ്. വളരെ വൈകാരികമായി. ഏത് കണ്ണൂരിൽ അദ്ദേഹം ജനിച്ചു വളർന്നു അതെങ്ങനെ ജീവിച്ചെന്ന് നോക്കി. ഈ ഷാഫിക്കെതിരെ, കെ സുധാകരനെതിരെ, കെ.സി. വേണുഗോപാലിനെതിരെയൊക്കെ ഒരു പരിധിക്കും അപ്പുറത്തേക്കുള്ള പ്രചരണം നടത്തി കഴിഞ്ഞു. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? കേസിന് ഒറ്റ വാചകത്തിൽ നമുക്കത് മനസ്സിലാവും. നിങ്ങൾ കൃത്യമായി ബോഡി ലാംഗ്വേജ് ഒക്കെ അനലൈസ് ചെയ്യുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും. കേസി ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് വിഷമമുണ്ടായിട്ടായിരിക്കും. പുറത്തുള്ള ഒരു മാധ്യമ പ്രവർത്തനോട് അദ്ദേഹം പറയാം, എൻ്റെ ഈ സ്ഥാനവും കൂടി അങ്ങ് എടുത്തു. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് ഇതൊന്നും പെട്ടെന്ന് ഉണക്കാവുന്ന ഒരു മുറിവുകളോ നാളെ രാവിലെ ഇപ്പം നമ്മളൊക്കെ പലരുമായിട്ട് വഴക്കുണ്ടാവും, ചിലപ്പോൾ ദേഷ്യം ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ചിലപ്പോൾ നമ്മൾ എന്നിട്ടൊന്ന് എന്തൊക്കെയുണ്ട് ഞാനങ്ങന്ന് പറഞ്ഞ് മിസ്റ്റേക്ക് ആയിപ്പോയെന്ന് പറഞ്ഞാൽ തീരാവുന്ന വിഷയമേ ഉണ്ടാവുള്ളൂ. ഇനി ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഞങ്ങൾ തമ്മിൽ വലിയ സൗഹൃദമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ ബാക്കിയുള്ളവർ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പോലും ഞാൻ പറയുന്നില്ല, എനിക്കറിയാം ഈ ഗ്രൂപ്പുകാരെയൊക്കെ. ആ ഗ്രൂപ്പുകാരുടെ പലരുടെയും ഫേസ്ബുക്കിൽ വരുന്ന മെസ്സേജൊക്കെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ അവരിപ്പോഴും കേസി ഒരു പോസ്റ്റ് ഇട്ടാൽ അപ്പോൾ അതിൻ്റെ താഴെ വന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യ മുഴുവൻ കോൺഗ്രസ് തോപ്പിച്ചവരാണെന്നൊക്കെ പറഞ്ഞ് എത്തിക്കൊണ്ടിരിക്കുകയാണ്, പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെക്കാളുള്ളതായി കേസിക്ക് അറിയാം ഈ പോസ്റ്റ് ഇട്ട ഐഡിയും ബാക്കിയുള്ളത് കാണുമ്പോൾ ഇത് ആരാണെന്നുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നതെന്ന് വെച്ചാൽ 3 മാസം പോലെ കേസിയുമായിട്ട് ചേർന്ന് നിന്ന് ഫോട്ടോ ഇട്ടിട്ടുള്ള ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവുണ്ട്. നേതാവ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നേതാവ്, ബ്ലോക്ക് പ്രസിഡന്റ്. അപ്പൊ അദ്ദേഹം കേസി കിട്ടിയപ്പോൾ അടുത്തു നിന്ന് ഒരു ഫോട്ടോ ഇട്ടതാണ്. പുള്ളിയുടെ പ്രൊഫൈലിൽ നിന്ന് കേസിക്ക് പറഞ്ഞ തെറിയിട്ട് ഞാൻ ഞെട്ടിപ്പോയി കഴിഞ്ഞു. ഞാൻ എന്നോട് പുള്ളിയുടെ തന്നെ വേറെ സുഹൃത്ത് വിളിച്ചിട്ട് ഏഷ് അതൊന്നും ചെക്ക് ചെയ്യണോണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം കേസി എന്ന് പറഞ്ഞാൽ വെറും നമ്മൾ സത്യം പറഞ്ഞാൽ കേസി എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിക്കണം. കേസി എന്ന് പറയുന്നത് കണ്ണൂരിൽ നിന്ന് കോൺഗ്രസ്സുകാരനായി വളരെ ചെറുപ്പത്തിൽ അവിടെ ഫൈറ്റ് ചെയ്ത് ജയിച്ചു വന്നൊരാൾ, ആലപ്പുഴയിൽ നിന്ന് എന്ത് ചെയ്തുകൊണ്ട് വന്നിട്ടൊരാൾ, CPM ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് MLA ആയ ഒരാൾ, പിന്നീട് MP ആയ ഒരാൾ, കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട MP സ്ഥാനം തിരിച്ചു പിടിച്ച ഒരാൾ. ഇങ്ങനെ പുള്ളിയുടെ ജീവിതം മുഴുവൻ പഠിക്കാതുണ്ട്. പക്ഷെ പുള്ളിയെക്കുറിച്ച് പറയുന്നവർ ഇപ്പം എന്താണെന്നറിയാം, വെറുതെ പെട്ടി തൂക്കി ആളുകളെ സൂചിപ്പിച്ച് പിന്നെ ബാക്കിയുള്ളതൊന്നും പറയാൻ കൊള്ളൂല. അതുപോലെയുള്ള വർത്താനം പറഞ്ഞാൽ അതുപോലെ സ്ഥാനം പിടിച്ച് മേടിച്ച ആളെന്നാണ്. അപ്പം ഇതൊന്നും താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെ ഇതിനി പെട്ടെന്ന് ഉണക്കാവുന്ന ഒരു മുറിവല്ല. ഇതിനു മുമ്പൊക്കെ തന്നെ ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ട്, മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്, ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഈ മുഖ്യമന്ത്രി റേസ് 10 ദിവസം നടത്തിയപ്പോൾ യഥാർത്ഥത്തിൽ ഇതെല്ലാം തന്നെ ഒരു പരിധിക്കപ്പുറം. ഇതിൻ്റെ ഒരു ചെറിയ കാര്യം കൂടി നിങ്ങളോട് പറയാം. ഇതിനു മുമ്പ് വരെ രമേശ് ചെന്നിത്തല ആളെ കൂട്ടിയില്ല, കെ.സി. വേണുഗോപാൽ ആളെ കൂട്ടിയില്ല. കെ.സി. വേണുഗോപാലിനെ ആളെ കൂട്ടാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ കെ.സി. വേണുഗോപാൽ രാഹുലിനോട് മറുപടി പറയേണ്ടി വരും എന്നുള്ളതുകൊണ്ട് പുള്ളിക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് ആളെ കൂട്ടാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച് 60 MLA വിചാരിച്ച ഒരു 10,000 പേരുടെ പ്രകടനം നടത്താൻ പറ്റില്ല, ഓരോ മണ്ഡലത്തിലും നടത്താൻ പറ്റും. പുള്ളി വേണ്ടതെന്ന് വെച്ചാണ് ഇത് ഇനി വേണ്ടെന്ന് വെക്കൂലെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം എന്താണെന്നറിയോ? ഗുരുവായൂർ പോയിട്ട് ദർശനം നടത്തി തിരിച്ചു വരുന്ന രമേശ് ചെന്നിത്തല സ്വീകരിക്കാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലെ ബഹളം കണ്ട. അതായത് ഹൈക്കമാൻഡ് കൊടുത്തേക്കുന്ന ഒരു നിർദ്ദേശം കൂടിയാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്തു, ബഹളം ഉണ്ടാക്കിയോ, നമ്മൾ സ്ഥാനം തരുമെന്ന്. അതുകൊണ്ടൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് രമേശ് ചെന്നിത്തല പാവം നടുക്ക് കൂടി നടന്നു വരുന്നു, ആളുകളൊക്കെ തിക്കി കൂട്ടുന്നു, എന്ത് ചെയ്യുന്നു, മുദ്രാവാക്യം വിളിക്കും. അതുകൊണ്ട് ഇത് ഇനി സംഭവിക്കാനിരിക്കുന്നത് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പം പുള്ളി എന്താണെങ്കിലും മന്ത്രിസഭയിൽ എടുക്കും. മന്ത്രിസഭയിൽ എടുത്തില്ലെങ്കിൽ അത് അതിനേക്കാൾ വലിയ തലവേദന. മന്ത്രിസഭയിൽ എടുത്താൽ കുറച്ച് സമാധാനം ഉണ്ടാവും. മന്ത്രിസഭയൊക്കെ പുറത്ത് നിന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും?
അതുകൊണ്ടാണ് വി ഡി സതീശൻ തന്നെ നേരിട്ട് വീട്ടിൽ ചെന്ന് പുള്ളിനെ കണ്ടു. പുള്ളിനെ കാണുകയും പുറത്തു വന്ന് ഞങ്ങൾ തമ്മിലൊരു ഉടമ്പടി ഇല്ല, എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കണ്ടേന്ന് പറയുകയും കൂടാതെ മന്ത്രിസഭയിലേക്ക് ക്ഷണിക്കുകയും. സതീശന് വേറെ വഴിയൊന്നുമില്ല. കാരണം സതീശന് പാർട്ടിക്കകത്ത് അത്രമാത്രം വലിയ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാമായിരുന്നു. പാർട്ടിക്കകത്ത് എന്തില്ല, ഭൂരിപക്ഷം ഇല്ലെങ്കിൽ അദ്ദേഹം ഈ സ്വാധീനം ഉപയോഗിച്ച് ആളുകളെ കൂട്ടാൻ കഴിയണമായിരുന്നു. ഇനിയിപ്പോൾ അത് നടക്കില്ല. കാരണം എന്താ, ആഭ്യന്തരമന്ത്രിക്ക് വലിയ സ്വാധീനം ഉണ്ടാവും, അടുത്തത് റവന്യൂ മന്ത്രിക്ക് ഉണ്ടാവും. ഇങ്ങനെയുള്ള മന്ത്രിമാരെ എല്ലാം നമ്മൾ കാണാനിരിക്കുന്നില്ല.